ജമന്തി പണിയൊക്കെ കഴിഞ്ഞോ? കറി തെച്ചി മീനുണ്ടായിരുന്നു. അതെ, അവിടെ എന്ത് കിട്ടി? ഞാൻ ചക്കക്കുരു മാങ്ങയും ചെമ്പിനും കൂടി ചാറിച്ച്. ഇതെന്തേ വായിക്കണേ? ബഷീറിന്റെ പ്രേമലേഖനം. പ്രണയകഥയാ. ബെസ്റ്റ്. പ്രേമലേഖനം വായിക്കാൻ പറ്റിയ പ്രായേ. അങ്ങനെ പ്രേമലേഖനം വായിക്കണേനെ പ്രായമൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും വായിക്കാം. ആർക്കും വേണമെങ്കിലും വായിക്കാൻ. വേണോ? എനിക്കൊന്നും വേണ്ട. വായിച്ചു നോക്കും, നല്ല രസമുണ്ട്. ഇവിടെ നോക്കട്ടെ. വായിക്കാനൊന്നല്ല, വെറുതെ മറിച്ച് നോക്കാല്ല. ഒരു കാര്യം ചെയ്യട്ടെ. കുറെ നാളായിട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ചെയ്യിക്കണമെന്ന്. പറ. നാത്തൂനെ ക്ലീറ്റോ ചേട്ടൻ എന്നാ ആദ്യമായിട്ട് കണ്ടത്? ബെസ്റ്റ്. പോവല്ലേ, ഇതെവിടെ പോകുന്നത്? വെറുതെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒന്ന് പറഞ്ഞേ. എന്ത്? ഞാൻ ഓർത്ത് പറഞ്ഞാ മതി. കഷ്ടല്ലേ? സ്കൂളിൽ പഠിക്കുന്ന സമയത്താടി ഒരു ദിവസം സ്കൂളിൽ വിട്ട് വന്നപ്പോഴേ ഇവിടെ കനങ്ങനെ കൂടാതെ വേറൊരു ചെറുക്കനിരിക്കണേ. അപ്പോൾ ഇച്ചിരി വയറൊക്കെ ഉണ്ട്, ചുരുണ്ട മുടി, പൊക്കമുണ്ട്, ഉണ്ടക്കണ്ണ് ഒക്കെ കണ്ണു ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അത് ഞാൻ പരിചയമില്ലാത്ത ആളല്ലേ, നമ്മൾ എന്ത് പറയാനാന്നോർത്ത് ഞാൻ അങ്ങോട്ട് കയറി അടുക്കളയിലോട്ടങ്ങ് പോയപ്പോഴത്തേനും കനകം വിളിച്ചിട്ട് എൻ്റെ കൂട്ടുകാരനാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി, ആ ചെറുക്കനൊന്ന് നോക്കി. അത് ചിരിച്ച് കാണിച്ചിട്ട് ഞാനങ്ങ് പോയി വേഗം. നമുക്ക് വിശന്നാണല്ലോ വരുന്നത്. അടുക്കളയിൽ പോയി എന്തെങ്കിലും തിന്നാന്ന് വിചാരിച്ചിരുമ്പോൾ അമ്മ 2 ഗ്ലാസ്സിൽ ചായ ഇടണം. അപ്പം ഒരെണ്ണം ഞാൻ എടുത്ത് കുടിക്കാൻ അവിടെ വെക്കെന്ന് പറഞ്ഞു, കയ്യിലോട്ടൊരു തല്ലും തല്ലിയിട്ട് പറഞ്ഞു അവർക്ക് കൊണ്ടു കൊടുക്ക് പറഞ്ഞ ആ ചെറുക്കൻ. അപ്പം അമ്മയാണ് പറഞ്ഞത് പാലായിലാണ് വീട്, ഇവിടെ കൊച്ചപ്പൻ്റെ വീട്ടിൽ നിന്നാ പഠിക്കണത് എന്നൊക്കെ. ഇത് അപ്പോഴാണ് ക്ലീറ്റസ് എന്നാണ് പേരെന്ന് ഞാൻ അറിയണേ. അപ്പം ചായ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചായ ആയിട്ട് വന്നപ്പോഴാണ് അതിലും വലിയ രസം. നാണക്കാരൻ ക്ലീറ്റോ ചേട്ടനാ. മുഖത്ത് തല ഒന്ന് പൊക്കിയല്ലേ മുഖം കാണാൻ പറ്റുള്ളൂ. തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ കനകം കളിയാക്കണ്ട, നിനക്ക് എൻ്റെ പെങ്ങളെ കണ്ടിട്ട് നാണം വരുന്നുണ്ടോ നോക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി ഒരു ചായയും വേഗം എടുത്ത് ഒറ്റ വലിക്ക് അതൊക്കെ കുടിക്കുകയും ചെയ്യണം. അന്നാണ് ആദ്യം കാണുന്നത് ക്ലീറ്റോനെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും കനവൻ്റെ കൂടെ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി അമ്മ അപ്പം പൊതിഞ്ഞിട്ട് കൊടുക്കും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എപ്പോഴും കാണുമായിരുന്നു. പിന്നെ എന്താ നാത്തൂന് ക്ലീറ്റോ ചേട്ടനോട് ഇഷ്ടം തോന്നിയത്? അയ്യടാ, അത് പിന്നെ പറയാം. ഞാൻ പണിയുണ്ട്. പണിയൊക്കെ തീർത്തിട്ടല്ലേ വന്നത്? ഇതും കൂടെ പറഞ്ഞിട്ട് പോകും. നിനക്ക് എന്തുവാ അതൊന്നും ഞാൻ ഓർക്കണമെന്നില്ല. എന്നോ കഴിഞ്ഞ കാര്യം. അതൊക്കെ ഓർത്ത് പറഞ്ഞാൽ മതി. കഷ്ടമല്ലേ? ഇഷ്ടം പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതൊന്നുമല്ല. ഒരു ദിവസേ അമ്മയും കനകനും കൂടി അമ്മാവൻ്റെ വീട്ടിൽ പോയി. അപ്പം എന്നെ കൊണ്ടുപോയില്ല. അപ്പം അമ്മ പോണില്ല എന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല, പെങ്കൊച്ച് വളർന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ താഴെ, നമ്മുടെ വീടിൻ്റെ താഴെ ഒരു തങ്കമണി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. അവർക്ക് പശുവും കൃഷിയൊക്കെ ഉള്ളതാണ്. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ നീ അവിടെ പോയിരുന്നോ, അമ്മ വരുമ്പോൾ വിളിക്കാം, അല്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തങ്കമണി ചേച്ചിയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് കളിച്ച് മുറ്റത്തൊക്കെ കളിച്ചൊക്കെ ഇരുന്ന് ഉച്ചയായപ്പോഴത്തേനും അവരിവിടെ പോയി പശുവിനെ കറക്കാൻ വേണ്ടി പോയി. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് അരിശം വന്നാൽ അവിടെ നിന്നിട്ട് ഞാൻ നമ്മുടെ വീട്ടിലോട്ട് പോരാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോന്ന് ഇവിടെ അന്ന് ഈ ഗ്രില്ലില്ല. ഈ ഗ്രില്ലില്ല, പിന്നെ ഈ അരമതിലിന് ഇത്രയും ഇതില്ല, വീതിയില്ല, കൊച്ചതാ. അപ്പം ഞാൻ ഇതിൻ്റെ പൊക്കത്ത് കയറി നമ്മൾ പിള്ളേരല്ലേ കളിച്ചോണ്ടിരുന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേനൊരു ബെല്ലടിക്കണ ഒച്ച കേട്ട് സൈക്കിളിൻ്റെ. അപ്പം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേനും ക്ലീറ്റോ. എന്താ പറയാൻ പാടില്ല, അന്ന് ക്ലീറ്റോനെ കണ്ടപ്പോഴത്തേനും എന്തോ പോലെ അങ്ങ് ആയിപ്പോയേ. ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പം പേടിയായി. പെട്ടെന്ന് തന്നെ ഇതിന് ചാടി ഇറങ്ങിയപ്പോഴത്തേനും ലേഡി നിലത്തോട്ട് ഒറ്റ വീഴ്ച. കാലാ വീഴ്ചയിൽ കാലങ്ങ് മടങ്ങിപ്പോയി. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക. അന്ന് വഴി ഇത്രയും കൂടി നല്ലതല്ല, കുണ്ടും കുഴിയാ. ഞാൻ വീണത് കണ്ടതും ക്ലീറ്റോ വേഗം തന്നെ അലച്ചും കെട്ടി സൈക്കിൾ അവിടെ ഇട്ട് ഓടി വന്ന് പൊക്കി എഴുന്നേൽപ്പിച്ച്. എന്നിട്ട് എഴുന്നേൽപ്പിച്ച് പൊക്കി ഇവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേനും കാല് വീർത്ത് നീര് വന്നു.
ഭയങ്കര വേദന, ഒരു ചോട് നടക്കാൻ പറ്റണില്ല, നല്ല നീരും ഞൊണ്ടും. അതിന് നടന്നില്ലല്ലോ. ഇതാണൊരു കാര്യം പറയുമ്പത്തേന്. അല്ല നടന്നാലല്ലേ വേദന ഉണ്ടെന്നറിയാം. നടന്നാ ഞൊണ്ടുന്ന്. ആ അങ്ങനെ വേദന എടുത്ത് ഇങ്ങനെ ഇരിക്കണേ, കരച്ചിലും വന്നിട്ട് എനിക്ക്. പക്ഷെ ഈ ചെക്കൻ്റെ മുമ്പിൽ കരയാൻ പറ്റൂലല്ലോ, നാണക്കേടല്ലേ. അപ്പോൾ ഇത് ചോദിക്കാണ് വെളിച്ചെണ്ണ തരാവോന്ന്. വെളിച്ചെണ്ണ ഇത് തന്നെ ഞാനും വിചാരിച്ചു. ഞാൻ ഇമാതിരി വേദന എടുത്ത് പൊളയണം, അപ്പൊ ഈ പിശാചിന് വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കാൻ, ഒരു കുത്തു കൊടുക്കാൻ തോന്നി എനിക്ക്. അപ്പൊ ഞാനൊരു പിന്നെ സൈക്കിൾ അവിടെ എങ്ങനെ കൊണ്ട് ഇട്ടിട്ടല്ലേ വന്നു, അതിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, എണ്ണ ഒഴിക്കാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അടുക്കള ഞൊണ്ടി പോയിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തോണ്ട് കൊടുത്ത്. വെളിച്ചെണ്ണ കയ്യിലോട്ട് ഒഴിച്ചിട്ട് വേഗം തന്നെ അവിടെ നിലത്തിരുന്നിട്ടില്ലേ, എൻ്റെ കാലങ്ങ് നീട്ടി വെച്ചിട്ട് അങ്ങ് തിരുമ്മി ഇവിടെ. എനിക്കെന്റെ പൊന്നേ, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ. നാത്തും കാല് നീട്ടി വെച്ച് കൊടുത്തിട്ടല്ലേ തിരിഞ്ഞത്. അല്ല, ഞാനോർത്ത് വേദന മാറുകയാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചല്ലാതെ വേറൊന്നും ഇല്ലല്ലോ നമ്മുടെ ഉള്ളില്. അങ്ങനെയാണ് പിന്നെ തനിയെ അങ്ങോട്ട് തിരുമ്മിയാ പോരായിരുന്നു. മതിയായിരുന്നടി. അപ്പൊ എന്നോട് പറഞ്ഞ ഇരട്ട പെറ്റതാണ്, ഇരട്ടകളിൽ ഒന്ന് തിരുമ്മിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേദന മാറുന്നു പറഞ്ഞു. പുതിയ അറിവാണല്ലോ. അങ്ങനെയുണ്ട്. ഇരട്ട അപ്പൊ കൂടെയുള്ള ആൾ മരിച്ചു പോയാ? എവിടെന്ന്? അത് ക്ലീറ്റൊന്ന് ഓണ പറഞ്ഞതാന്നേ. അപ്പൊ പണ്ട് തന്നെ തരികിട. അമ്മേ അമ്മ പാത്രത്തിന് ബിസ്ക്കറ്റ് ഒക്കെ തീർന്നല്ലോ. തീർന്നാ? ആ, ഞാൻ കുറച്ച് കഴിച്ചോളൂ. പാതിരുന്നു. തട്ടി നമ്മുടെ അടുക്കളയിലെ ഒരു ഹോർലിക്സിന്റെ പാത്രത്തിൽ അവലോസ് കൂടി ഇരിപ്പുണ്ട്, കഴിച്ചു. ചെല്ലിപ്പോ എന്ത് മേടിച്ചു വെച്ചാൽ അപ്പ തീർക്കുക, കൊണ്ടുവന്നതേ കാണുള്ളൂ. അവള് കുഞ്ഞല്ലേ നാത്തുന്നെ, വളരണ പ്രായല്ലേ. ഇത് വളർന്ന് മുറ്റി നിൽക്കുന്ന ഒരു കുഞ്ഞാ. ക്ലീറ്റോ എന്നിട്ട് പറ. എന്നിട്ട് എന്ത്? എന്നിട്ട് അത്ര ഉള്ളൂ. അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങോട്ടായി. ഇഷ്ടമായി. എന്റെ കഥ കേട്ടില്ലേ? നല്ല സുഖം ഉണ്ടായില്ലേ? ഇനി മോളുടെ പറ. എനിക്കങ്ങനെ ആരെയും ഇഷ്ടമൊന്നുമല്ലായിരുന്നു. അവിടെ നിക്ക് പറ എന്താന്ന് പറ. എനിക്ക് നിന്നെ കണ്ടാലറിയാം, നിന്റെ മുഖത്ത് ഈ കഥ കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് കാണും പറയാൻ നിനക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരൂട്ടെ. ഞാൻ ഒരു കാര്യം പറയില്ല നിന്നോട്. ഏട്ടനോട് പറയോ? ഇല്ലേ? സത്യം. അപ്പൊ ഉണ്ടല്ലേ കള്ളി. പറ. അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ബസ്സിലാണ് വരുന്നതേ. അപ്പൊ ബസ് ഇറങ്ങി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ എപ്പോഴും എൻ്റെ കൂടെ വരും, നടന്നു വരും. കാണുമ്പോൾ തന്നെ അറിയാം നല്ല മിടുക്കനൊക്കെ, അവനെ നല്ലൊരു കുടുംബത്തിലാണെന്ന് മനസ്സിലാവും. അങ്ങനെ കുറേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമല്ല, നോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നി. അപ്പം ഞാൻ അന്ന് വീട്ടിൽ വന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ആണെങ്കിൽ എനിക്ക് ഈ ചെറുക്കൻ്റെ മുഖം തന്നെ മനസ്സിൽ. അപ്പം ഞാൻ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ. ഇയാളെ ഞാനോട്ട് കാണണമില്ല. അപ്പോൾ എനിക്കൊരു ഗൾഫുകാരൻ്റെ ഒരു ആലോചന വന്ന്. അപ്പോൾ ഞാനതൊക്കെ എങ്ങനെയോ പട്ടിണിയൊക്കെ കിടന്നൊക്കെ എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ, ഞാനതങ്ങ് ഒഴിവാക്കി. അപ്പൊ ഈ ചെറുക്കനെ പോയി പറയാം. പിന്നെ കാണുന്നില്ല നാത്തൂനെ, വരുമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ കാണാറില്ലല്ലോ. അത് കഴിഞ്ഞപ്പം പിന്നെ എനിക്കൊരു KSRTC ഒരു കണ്ടക്ടറുടെ ഒരു ആലോചന വന്നേ. അതാണ് ഏകദേശം എന്നെ ഉറക്കണ പോലെയായി. ഇയാളെയും കാണുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞാനാണെങ്കിൽ അമ്മയോട് കരഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വന്നപ്പം ഇത് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനാ. രക്ഷപ്പെട്ട്. അങ്ങനെ പിന്നെ അച്ഛൻ അങ്ങോട്ട് പോയി, അച്ഛക്കൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ പുള്ളിയുടെ അച്ഛനോട് കാര്യമൊക്കെ പറഞ്ഞ്. അപ്പോൾ മോനെ വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഈ പെണ്ണെ അറിയാവോ എന്ന് ചോദിച്ചു. പറഞ്ഞ് എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല, അവളാണ് എൻ്റെ പുറകെ നടക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഭയങ്കര വിഷമമായിട്ട് അച്ഛൻ പിന്നെ വീട്ടിലേക്ക് പോന്നു. സാരമില്ല, പോട്ടെ സാരമില്ല. അതിനെന്താ, ഇപ്പം നമുക്ക് നല്ല ഒരാളെ കിട്ടിയില്ലേ, അവനോട് പോകാൻ പറ. പക്ഷെ എനിക്ക് വിഷമം വന്നെന്താണെന്നറിയിച്ചു, അയാളല്ലേ എൻ്റെ പുറകെ നടന്നത്. എന്നിട്ട് എനിക്ക് ഇത്രയും ആശയ്ക്ക് തന്നിട്ട് ഞാനാണ് പുറകെ നടന്നത്. മറന്നേക്ക്, സാരമില്ല. ഇനി ചേച്ചി ചോദിക്കൂല. അപ്പൊ ഈ ശാസനെ പിന്നെ കാണാറുണ്ടോ? പിന്നെ കണ്ടിട്ടൊന്നുമില്ല. 2 ആഴ്ച മുമ്പ് ഞാൻ വീട്ടിൽ പോയില്ലേ, അപ്പൊ എന്നോട് വന്ന് ചോദിക്കുക, ഒരു കൂട്ടുകാരിനെ കണ്ടേ എൻ്റെ കൂടെ പഠിച്ചത്. അപ്പൊ അവളോട് ചോദിച്ചത് ഇപ്പൊ ജമന്തി എവിടെയാന്ന്.
അറിയാൻ. അപ്പൊ അവള് പറഞ്ഞെന്ന് തോന്നുന്നു ഇങ്ങനെ ഇവിടെയാ താമസം നല്ല നിലയിൽ ജീവിക്കാന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞോട്. അറിയായിരിക്കും. ഏട്ടനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പറയില്ല കേട്ടോ. ഞാൻ കണ്ട വയറ് വീർത്ത് മുഴുവൻ തിന്നായിരിക്കും. കുറച്ചുണ്ടായിരുന്നുള്ളൂ അല്ലേ അമ്മേ? അല്ലേ? ഇരിപ്പുണ്ടാവും. മാറ്റേ. അപ്പൊ ശരി ട്ടാ എന്നാ. വാ ഇങ്ങോട്ട് കാര്യം അന്വേഷിച്ച് നടക്കണ. ഒന്ന് വാടി പെണ്ണേ. വരുവാ. ഇപ്പൊ ഞാൻ അതിനകത്തിട്ട് പൂട്ട് ഞാൻ. പിന്നെ ഞാൻ നാത്തൂനോട് പറഞ്ഞിട്ട് വരാവേ. അങ്ങ് പോണ്ട, ഇവിടെ വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ. നാത്തൂനെ, ഓ ഞങ്ങള് പോയിട്ട് വരാം. ഇത് പോയില്ല ഇതുവരെ. അങ്ങനെ പോവാനാ. ആദ്യം ഒരു ചുരിദാർ എടുത്തിട്ട്, അപ്പൊ അതിന്റെ കളർ കൊള്ളൂല. വേറെ എടുത്തിട്ട് പിന്നെ അതിന് മുമ്പ് തിരിഞ്ഞു മറിഞ്ഞ് നോക്കിയപ്പോ എന്താ സ്റ്റിച്ച് വിട്ടിരിക്കണത്. നാലാമത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഇതും ചുമ്മാ നാത്തൂനെ. ഈ ഏട്ടന് ആദ്യം ഒരു ഷർട്ട് എടുത്തിട്ട്, അപ്പൊ അതിന്റെ ഈ കോളറിന്റെ ഒരു ചുളുക്ക് എന്നിട്ട് അത് മാറി. പിന്നെ അടുത്ത തേച്ചൊക്കെ വന്നപ്പോ ഈ സമയമായി. തേച്ചെടുത്ത മുണ്ടേ തേച്ച് പുല്ലാങ്കുഴലിനകത്ത് വെച്ചിരുന്നവള്. അല്ലേലേ എന്റെ ജാതകത്തിലുണ്ട്, ആരെന്ത് തെറ്റ് ചെയ്താലും കുറ്റം മൊത്തം എന്റെ തലമുണ്ട്. ഈ തലയിലാണല്ലോ. ആ കുറ്റം മുഴുവൻ പേർന്നാണ് എന്റെ തലയിൽ. അറിയാലോ എന്റെ അവസ്ഥ. അയ്യോ പൂട്ടിയല്ലേ വാതില്. ഇല്ലില്ല, എനിക്ക് ഇച്ചിരി മല്ലിപ്പൊടി വേണം. എനിക്കറിയാം. മല്ലി മാത്രം എടുക്കാവേ. ഏയ് ബാലു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കടാ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഒന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്. നീ വണ്ടിയുടെ ബുക്കും പേപ്പറും ആദ്യം വാങ്ങിച്ചിട്ട് അതൊക്കെ കറണ്ടാണോ നോക്ക്. ബുക്കും പേപ്പറും കറണ്ടാണെങ്കിൽ ഇന്നോവയല്ലേ വണ്ടി, ഞാൻ ഒരു 4 ലക്ഷം രൂപ വരെ മേടിച്ചു തരാം. അതൊക്കെ പറഞ്ഞ് ഈസി ആയിട്ട് മേടിച്ചു തരാം. പക്ഷേ ഒരു കാര്യം, 2% എൻ്റെ കമ്മീഷൻ. അത് കിട്ടണം. പിന്നെന്താ, ഇനി നിനക്കും അതിൽ കമ്മീഷൻ അതൊന്നും നടക്കൂല. നീ പാർട്ടിയെ കൊണ്ടുപോവാ, അതൊക്കെ നീ വേറെ പറഞ്ഞു വാങ്ങിച്ചോ. 4 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു തരാം. ഗ്യാരണ്ടി. എൻ്റെ ബാലു എല്ലാം നടക്കൂടെ. ഞാനല്ലേ പറയണത്. നീ കാര്യങ്ങൾ മുമ്പോട്ട് നീക്ക്. ശരി, കിട്ടോളിട്ടാ. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ആർക്ക്? പൈസ ആവശ്യക്കാരന്. അല്ല, മറിക്കാൻ കാശ് കിട്ടും. പിന്നെ എത്രയാ? അതൊക്കെ നിസ്സാരം. 4 ലക്ഷം രൂപ മതി എന്ന് പറയും. അതൊക്കെ ഈസിയാ. ടീറ്റാ, ഞാനൊരു സാധനം ചോദിച്ചാൽ എനിക്ക് മറിച്ച് തരുമോ? എന്തോന്ന്? ബുക്കും പേപ്പറൊന്നും ഇല്ല കയ്യില്. അടുക്കളയിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടി കിട്ടുമോ? തമാശ കളിക്കരുത് കേട്ടോ. അത് നീ അങ്ങോട്ട് മറിച്ചാൽ മതി. അത് മറിക്കാൻ തൽക്കാലം ക്ലീറ്റോയെ പിടിക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ ചോദിച്ചതാ, നടക്കൂലെന്നറിയാം. അല്ല, അത് മറിക്കാൻ ഞാൻ വരണമില്ല കേട്ടോ. കുടുംബത്ത് മല്ലിപ്പൊടി ഇല്ല, മഞ്ഞപ്പൊടി ഇല്ല, മുളക് പൊടി ഇല്ല. 4 ലക്ഷം രൂപ മരിക്കാൻ പോണു. എവിടെ നിന്ന് എടുത്തിട്ട് മറിക്കാനാ നിങ്ങള്? അത് ഞാൻ എവിടെന്നെങ്കിലും മറിച്ചോളാം. അതോർത്ത് നീ വിഷമിക്കണ്ട. നിങ്ങൾ തല കുത്തി മറിയും, അല്ലാതെ കാശ് മറിയൂല. പിന്നെ മേലെ നിങ്ങൾ വല്ല പണി എടുക്കാൻ നോക്ക് ക്ലീറ്റോ. ചുമ്മാ ഇരുന്ന് ഇത്രയും നാൾ ഈ കുടുംബം പോറ്റിയത് മേലെ അനങ്ങാതെ തന്നെ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് ഞാൻ കാശ് ഉണ്ടാക്കിയത്. പിന്നെ മാത്രമല്ല, ഒരു വീട്ടിൽ 2 പേര് എന്തിനാണ് മേലെ അനങ്ങണത്? ആരെങ്കിലും ഒരാൾ അനങ്ങിയ പോരെ. നീ ഇവിടെ നിന്ന് ചവിട്ടണുണ്ടല്ലോ. ഇനി എങ്ങാനും നിനക്ക് വല്ലതും പറ്റിപ്പോയാൽ നോക്കാൻ ഒരാൾ വേണ്ടേ? അപ്പൊ എന്നെ കൊല്ലുന്നുള്ള തീരുമാനമായി. ആരണ്ട് വന്നിട്ടുണ്ട്, ചെന്ന് നോക്ക്. പോയി നോക്ക്. കാശ് കൊടുക്കാനുള്ള ആളില്ലായിരിക്കും, ചെല്ല്. ഞാൻ കാശ് കൊടുക്കാനുള്ളവരൊക്കെ എന്നെ വഴി വെച്ച് കാണുമ്പോൾ ചോദിക്കണം. നീ അങ്ങോട്ട് നോക്കാറാണ്. ഞാൻ പോയി നോക്കിയിട്ടെങ്കിൽ പോലെ അയാൾ തിരിച്ചു പോകും. അത്രേ ഉള്ളൂ. ഇവിടെ ആരും വരാനുമില്ല. ഹലോ. ജമന്തിയുടെ വീട്. അയ്യോ, അതാണ് കേട്ടോ. ഇവിടെ ആരും കാണാനില്ല. അവരവിടെ ഇല്ലല്ലോ. എന്ത് പറ്റി? അല്ല, ഞാൻ ഇതൊന്ന് കൊടുക്കാനായിട്ട് വന്ന. എന്താ നിങ്ങളുടെ പേര്? ഹരി. ഇത് ജമന്തിക്ക് കൊടുക്കാനായിട്ട്. അവരവിടെ ഇല്ല. എപ്പോ വരുമെന്നറിയോ?
അവര് വരില്ല. അല്ല വരില്ല എന്നല്ല, വരും. പക്ഷെ കുറെ ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒത്തിരി ദിവസം എടുക്കും. ആ അയ്യോ, ഒരു കാര്യം ചെയ്യാം, ഇത് ജമന്തിക്ക് കൊടുത്തിരുന്നു. ഇതൊന്നും ഇവിടെ മേടിച്ചു വെക്കാൻ പറ്റില്ല. നിങ്ങൾ വേഗം പോയിക്കേ. വേഗം പോ, വേഗം പോ. അല്ല ഞാൻ വന്നിരുന്നു പറഞ്ഞാൽ അതൊന്നും പറ്റില്ല. നിങ്ങൾ വേഗം പോകാൻ നോക്കണ്ടോ? വേഗം പോ. ദയവ് ഇതൊരു പെൺകൊച്ചിന്റെ ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. അല്ല ഇത് കൊടുത്താൽ മതി പുള്ളിക്ക്. ഇവിടെ അങ്ങനെ ഒരു സാധനം മേടിച്ചു വെക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ കാര്യം. എനിക്ക് തിരക്കില്ല, ഞാൻ വേണമെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. വേണ്ടാന്ന് പറഞ്ഞില്ല, അവരിപ്പോ വരില്ല എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തത്? അത് അങ്ങനല്ല, എന്തറിയാമോ, ഇന്ന് നല്ല വേഷവും നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ എന്നോട് സ്നേഹമുണ്ട്. സ്നേഹമല്ലായിരിക്കുമോ? അതിപ്പോ എനിക്ക് മനസ്സിലായി. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ സ്നേഹം ഉണ്ടെന്നൊക്കെ. ആ അവക്കുള്ളടി ഇത് ഇത് തന്നെ. ഇത് ആ അതും കൊടുത്തോ. കൊറേ കറങ്ങി ചേച്ചി, രസമായിരുന്നു. ചെറിയൊരു സമ്മാനം. ഞാനത് കുളിച്ചിട്ട് ഒന്ന് പുറത്താണ്. ഇന്നലെ നീ പറഞ്ഞില്ലേ നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു ഒരുത്തും പുറകെ നടന്നേച്ചില്ലേന്ന്? അത് അയാൾ ഇവിടെ നിന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നാത്തിന് എങ്ങനെ മനസ്സിലായി അയാളെന്ന്? എന്താ മനസ്സിലാവാതിരിക്കാനുള്ളത്? നീ പറഞ്ഞ അതേ രൂപം, പൊക്കവും നല്ല സൈസ്, നല്ല ഭംഗിയുള്ള ഒരാള്. എന്തായാലും അയാളുടെ പേരെന്തായിരുന്നു? അത് തന്നെ, ഇവിടെ വന്ന ആള് മാതിരി തന്നെയാ. അയാൾ എന്താ സമ്മാനമായിട്ട് വന്നേ നിനക്ക്? ഞാൻ മേടിച്ചില്ല, ഞാൻ പറഞ്ഞു വിട്ട്. അയാൾ പറഞ്ഞു പിന്നെ വരാന്ന് പറഞ്ഞു. എന്തിനാ നാത്തിന് അങ്ങനെ പറഞ്ഞത്? പിന്നെ അറിയില്ല, ക്ലീറ്റോ ഉണ്ടായിരുന്നു. ഞാൻ ക്ലീറ്റോ കേൾക്കാതെ പറയണ്ടേ ഇത്? ഏട്ടനോടൊന്നും പറയില്ലേ? നന്നായിട്ട് ജീവിക്കുന്നവരെ നശിപ്പിക്കാൻ ഓരോരുത്തന്മാർ വരും. അമ്മ ഇല്ലാത്തോണ്ട് ഒരു ഇതില്ല. നേരത്തെ വെച്ചത് കറക്റ്റ് ആയില്ലായിരുന്നു. നീ ഇത് കറക്റ്റായിട്ട് വിളിച്ചിരിക്കില്ലായിരുന്നോ? അല്ല, ശരിയായില്ലായിരുന്നു. ഇങ്ങനെയല്ലേ നീ വിളിച്ചത്? ഞാൻ വിരിച്ചോളാം. രാവിലെ എനിക്കൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഫാസിൽ നേരത്തെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകണോണ്ട് നേരത്തെ കിടക്കാം. ഏട്ടൻ കിടന്നോ? എനിക്കെന്തോ ഉറക്കം വരുന്നില്ല ഏട്ടാ. എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ കിടന്നോ? അതെ, രാവിലത്തേക്ക് കടല ഇല്ല ഇവിടെ. കടക്ക് രാവിലെ പുട്ടിന് കടല ഉണ്ടാക്കണം. അപ്പൊ അതിന് കടല ഇല്ല ഇവിടെ. ഞാൻ നാത്തൂൻ്റെ അടുത്ത് പോയി കടല മേടിച്ചു. അതെ, നാത്തു വന്ന് എല്ലാം കൊണ്ടുപോയി. കുറച്ച് വെച്ചില്ല ഇവിടെ. ഞാൻ പോയി മേടിച്ചിട്ട് വരട്ടെ. ഏട്ടൻ കിടന്നോ? നാത്തു വന്ന് അല്ല, രാവിലെ കറിയൊന്നുമില്ല ഏട്ടാ. ഏട്ടൻ കിടന്നോ? ഞാൻ വരാം, ഇപ്പൊ വരാം, ഓടി വരാം. കടലില്ലെങ്കിൽ എന്താ കുഴപ്പം? എന്താടി? എന്താ? എനിക്കൊരു സമാധാനമില്ല നാത്തൂനെ. എന്ത് അവൻ വല്ല അറിഞ്ഞോ? അറിഞ്ഞിട്ടൊന്നുമില്ല. ഇനി നാത്തൂനായിട്ട് പറയരുതേ. എന്തപ്പോ? അയാള് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ ക്ലീറ്റ് ഉറങ്ങിയോ നോക്കട്ടെ. അതിലും ടെൻഷനില്ല ഞാൻ. നാത്തൂന് അയാള് വന്നിട്ട് എന്താ പറഞ്ഞത്? അയാള് വന്നിട്ട് നിന്നെ ചോദിച്ചു, വന്ന വഴി നിന്നെ ചോദിച്ചത് ജമന്തിയുടെ വീടാണോ എന്ന് ചോദിച്ചു. പേരെടുത്ത് പറഞ്ഞതേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
ജമന്തിയുടെ വീടാണെന്ന് പറഞ്ഞു. ജമന്തി അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജമന്തി ഇവിടെ ഇല്ലല്ലോ, ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് ജമന്തിനെ ഒന്ന് കാണണം, ഒരു അത്യാവശ്യമുണ്ട്. അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന കാര്യം എന്നോട് പറയുന്നില്ല. പക്ഷേ എനിക്കറിയില്ലല്ലോ ഇവനാണെന്നുള്ളത് അറിയില്ല. പക്ഷെ ഇവൻ്റെ നീ പറഞ്ഞ പോലത്തെ ചെറുക്കൻ ഭയങ്കര അധികാരം അവന് എൻ്റെ കാര്യം പറയുമ്പോൾ. ഇവനപ്പോൾ ഞാൻ ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഹരി എന്ന് പറഞ്ഞു. ഹരി തന്നെയാണോ പറഞ്ഞത്? ഹരി എന്നാണ് പറഞ്ഞത്. എനിക്കത് ചെവി പൊട്ടിയിരിക്കുവാണോ? ഹരി എന്നാണ് പറഞ്ഞത്. എന്നിട്ടുണ്ടല്ലോ ഇവൻ്റെ നീ പറഞ്ഞ പോലത്തെ ചെറുക്കനാ. എനിക്കതാ സംശയം തോന്നിയത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഇത് എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞതൊന്നും ഇവിടെ തരണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. നന്നായി മേടിക്കാഞ്ഞത്. പക്ഷെ അവൻ വരും എന്ന് പറഞ്ഞെന്ന്. ആണോ? ഇനിയും ഇനി വരും. അവൻ ആ സമ്മാനം തരാൻ വേണ്ടി വരും. പാപം അവനെ അറിയിക്കില്ല കേട്ടോ, അവൻ ചങ്ക് പൊട്ടിച്ചാവും. ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് നിന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് അവൻ ഈ സ്ഥലത്തിൻ്റെ അഡ്രസ്സൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയത്. ആയിരിക്കും. അപ്പം അവൻ കറക്റ്റായിട്ട് ഇവിടെ വന്നു. പക്ഷേ ഇല്ലേ ഇപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തല്ല അവർ താമസിക്കുന്നത്. ഇപ്പം എവിടെയാന്ന് പറഞ്ഞ അവൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താണോ? എന്താണ്? ആമത്തോട്. അവിടെ ആ പരിസരത്തുള്ള ഏതെങ്കിലും സ്ഥലമായിരിക്കും. ആമത്തോട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ ഒരു സ്ഥലം ഇല്ല. അത് എന്നോട് ഓർത്ത് വേറെ എന്താ പറഞ്ഞത്? ആമത്തോട് എന്നല്ലെങ്കിൽ പിന്നെ ആമത്തോണി. നീ അവിടെ ആ പരിസരത്ത് അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും പിടിച്ചാൽ നമുക്ക് ഇവൻ്റെ പറ്റി അന്വേഷിക്കാൻ പറ്റുമോ? കുഴപ്പക്കാരനോട് ആമത്തോണി എന്നൊന്നും പറഞ്ഞ സ്ഥലം ഇല്ല ഞങ്ങളുടെ അവിടെ. ആമത്തോണി എന്ന് തന്നെയാണ് പറഞ്ഞത്. വല്ല ആമസോൺ വല്ലോ ആണോ? അതന്നെ ആമസോൺ. അവിടെ നിന്നാണ് വന്നത്. അവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? ആമസോൺ ആണോ? ആമസോൺ പറഞ്ഞു പോയതാ. നമ്മള് വിചാരിച്ച പോലെയൊന്നും അല്ല. ഞാനേ നെറ്റിലെ ആമസോൺ അതിന്ന് 2 ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് വന്ന ആളാ. Versus Alien.